വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും കേശുവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഉപ്പും മുളകിൽ തന്നെ ഹേറ്റേഴ്സായിട്ട് ആർക്കും തന്നെ ഹേറ്റേഴ്സ് ഉണ്ടാവില്ല. പക്ഷേ അതിലും തന്നെ ഏറ്റവും ലീസ്റ്റ് ഹേറ്റേഴ്സ് ഉള്ള ഒരു, അല്ലെങ്കിൽ ഹേറ്റേഴ്സ് തന്നെ ഇല്ല എന്ന് പറയാം ഈ ഒരു ക്യാരക്ടറെ കുറിച്ച്. കേശു എന്നൊരു കഥാപാത്രം അത്രത്തോളം പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഒരു കഥാപാത്രം തന്നെയാണ്. ഇപ്പോൾ സീസൺ 2 തുടക്കത്തിലൊക്കെ കേശുവിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. കേശുവിന് കുറേ സബ് പ്ലോട്ട്സ് ഉണ്ടായിരുന്നു. അതായത് മാളവിക പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ കേശുവിൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നു. കേശു സേവാ സെൻറ്റർ നടത്തുന്നുണ്ടായിരുന്നു, ട്യൂഷൻ സെൻറ്റർ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സബ് പ്ലോട്ട്സ് കേശു എന്നൊരു കഥാപാത്രത്തിന് മാത്രം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഉപ്പുമുളകും പതിയെ പതിയെ സീരിയലിലോട്ട് നീങ്ങുമ്പോൾ ഇങ്ങനത്തെ സബ് പ്ലോട്ട്സ് എല്ലാം അവർ ക്യാൻസൽ ചെയ്തു. കേശു എന്നൊരു കഥാപാത്രത്തെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാതായി പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെയായി. അത് കേശുവിൻ്റെ ഫാൻസ്, കേശുവിനെ കാണാൻ വേണ്ടി ഉപ്പുമുളകും കാണുന്നവർക്കൊക്കെ ഒരു നിരാശ തന്നെയായിരുന്നു അതെല്ലാം. പേഴ്സണലി എനിക്കും കുറച്ച് നിരാശയുണ്ടായിരുന്നു. കേശു എന്നൊരു കഥാപാത്രത്തെ കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ് കൊടുക്കായിരുന്നു എന്ന് ആ സമയത്ത് ഒരുപാട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് വീണ്ടും സിറ്റ്കോമിലേക്ക് വന്ന ശേഷവും കേശുവിൻ്റെ ഈ ഒരു സപ്ലോട്ട്സോ കേശു ട്യൂഷൻ ക്ലാസ് എടുക്കുന്നു എന്ന രീതിക്ക് ഒന്നും തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഡയറക്ടർ മാറി, പുതിയ ഡയറക്ടർ വന്നു. പുതിയ ഡയറക്ടർ വന്ന ശേഷം കേശുവിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്നുണ്ട്. ഇപ്പോൾ കേശുവിൻ്റെ ഒരു കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, കേശുവിന് സൂപ്പർ പവർ കിട്ടുന്നത് പോലെയൊക്കെ. അതായത് ചെവി കേൾക്കാതായിട്ട് പോയി ചെവി ക്ലീൻ ചെയ്തിട്ട് വരുമ്പോൾ ചെറിയ ചെറിയ മൈന്യൂട്ട് ശബ്ദങ്ങൾ പോലും കേശുവിന് കേൾക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ശക്തി കേശുവിന് കിട്ടുന്നുണ്ട്. ആ ഒരു എപ്പിസോഡൊക്കെ അടിപൊളിയായിരുന്നു. കേശുവിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ നമുക്ക് ഫീലായി. ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു എപ്പിസോഡ് വരികയാണ്. അതായത് കേശു ഒരു ഇയർ ബാക്കോട്ട് പോകുന്നത് പോലെയാണ് എപ്പിസോഡ് നമ്പർ 419 കാണിക്കുന്നത്. അതേ മെമ്മറി വൈസ് ബാക്കോട്ട് പോകുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തേക്ക്, അതായത് ആ ഒരു സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തായിരുന്നു ഇപ്പോൾ കേശുവിന് ഇത്രത്തോളം സപ്ലോട്ട്സ് ഒക്കെ ഉള്ള ആ ഒരു സമയത്തേക്ക് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കേശു ആ ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കേശുവിന് ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, സേവാ സെൻറ്റർ ഉണ്ടായിരുന്നു, മാളവിക എന്നൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, കൂടാതെ ഉഷ ചേച്ചി എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഉഷ ചേച്ചിയുടെ മോൾ എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് കേശുവിന് ഒരുപാട് സപ്ലോട്ട്സ് ഉണ്ടായിരുന്നു. ആ ഒരു മെമ്മറിയിലോട്ടാണ് കേശു ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകുന്നത്. പക്ഷേ അതൊന്നും ഈ ഒരു എപ്പിസോഡിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രോമോ കണ്ട സ്ഥിതിക്ക് പ്രോമോയിൽ ദിയയും രാംകുമാറേയും ഹൈമോദിയും ഇവരൊന്നും ആരെന്നേ അറിയത്തില്ല എന്ന രീതിക്ക് അങ്ങനെ ഒരു ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോമോ കണ്ടപ്പോൾ നമുക്ക് തോന്നി ആ ഒരു ട്രാക്കൊക്കെ ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് മാളവിക എന്നൊരു ട്രാക്കിനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ ഒരു എപ്പിസോഡിലെങ്കിലും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കുമല്ലോ എന്ന രീതിക്ക് എനിക്ക് തോന്നിയിരുന്നു. കാരണം അതൊക്കെ അടിപൊളി സപ്ലോട്ട്സ് ആയിരുന്നു. 1-2 എപ്പിസോഡുകൾ മാത്രം തന്നെ ഈ മാളവിക എന്നൊരു ക്യാരക്ടർ ഒരു എപ്പിസോഡിൽ ഡയറക്റ്റായിട്ട് വന്നിട്ടില്ല. 2-3 എപ്പിസോഡിൽ ഈ ഒരു മാളവിക എന്നൊരു പേരിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായ പോലത്തെ എപ്പിസോഡുകളുണ്ടായിരുന്നു. ആ എപ്പിസോഡുകളൊക്കെ അടിപൊളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ടോപ്പിക്കുകളും ആ ഒരു സമയത്ത് ആ ഒരു കേശുവിൻ്റെ ആ ഒരു സമയത്ത് ഇപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പത്തുള്ള ആ ഒരു കേശുവിൻ്റെ ആ ഒരു സിറ്റുവേഷനും ആ ഒരു സപ്ലോട്ട്സൊക്കെ ഇപ്പോൾ ഈ കറൻ്റ്ലി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് ഈ ഒരു ഇന്നത്തെ കണ്ടൻറ്റ് കണ്ടപ്പോൾ നമുക്ക് തോന്നിയതാണ്. ഇന്നത്തെ കണ്ടൻറ്റിൽ 1 കൊല്ലം മുമ്പ് ബാക്ക് പോകുന്ന പോലെയാണ് കേശുവിൻ്റെ മൈൻഡ് സെറ്റ്, അങ്ങനെ ബാക്ക് പോകുന്ന പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ്. ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.